ഹലോ എവരി വൺ, വെൽക്കം ടു ഇല്യൂഷൻസ്. ശേഷക്രിയ എന്ന കവിതാ സമാഹാരത്തിലെ 2 കവിതകൾ വായിക്കുകയാണ്. കാറ്റത്ത് എന്ന മറ്റൊന്ന് ഖജുരാഹോവിലേക്ക്. ഇത് രണ്ടും ഞാൻ ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള എഴുതിയിട്ടുള്ള കവിതകളാണ്. ഇത് ശേഷക്രിയ എന്നുള്ള കവിത ഈ സമാഹാരത്തിലുള്ളത് വളരെ കുറച്ച് റീസെൻ്റ്ലി എഴുതിയിട്ടുള്ളതാണ്. വിതിൻ ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ ശേഷക്രിയ എന്നുള്ള കവിത എഴുതുകയും ആ പേര് ഇടുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് ഈ ഒരു പേരിലുള്ള മറ്റൊരു കൃതി പ്രശസ്തമായത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേരിൽ അത് എഴുതുന്ന സമയത്തും ഈ പേരിടുന്ന സമയത്തും ഞാൻ ആലോചിച്ചില്ല. പക്ഷെ പിന്നീട് ഈ പുസ്തകം ഇറക്കുമ്പോൾ ശേഷക്രിയ എന്നുള്ള കവിതയുടെ പേര് പുസ്തകത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, എം സുകുമാരൻ എഴുതിയിട്ടുള്ള ഒരു പ്രശസ്തമായ നോവലാണ് ശേഷക്രിയ. ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇംപ്രസീവായിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു റൈറ്ററാണ് ഈ ശേഷക്രിയ എന്ന് പറഞ്ഞ പ്രത്യേക ഈ പുസ്തകവും അങ്ങനെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതുകൊണ്ട് അപ്പം എനിക്ക് തോന്നി ഈ പേരിടാൻ വിചാരിച്ചത് ഞാൻ എന്തായാലും മാറ്റണ്ട എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഈ പുസ്തകത്തിൽ ശേഷക്രിയ എന്നുള്ള പേരും വന്നത്. ഇതിൽ 2 കവിതകൾ. ശേഷക്രിയ എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ ആദ്യത്തെ കവിത കാറ്റത്ത് എന്നൊരു കവിതയാണ്. അത് ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ള ഒരു കവിതയാണ്. കാറ്റത്ത്. കാറ്റിൻ്റെ കാലൊച്ച കേൾക്കാൻ തുടങ്ങി, കാൽച്ചിലമ്പൊലികൾ മുഴങ്ങിത്തുടങ്ങി, ധനുമാസപ്പുലരി കലമ്പിത്തുടങ്ങി, പ്രണയഗീതങ്ങൾ അലിഞ്ഞു പതഞ്ഞു, പശ്ചിമ സാനുക്കളാകെയുലഞ്ഞു, തൃശിവ പേരൂരുമാ ആടിയുലഞ്ഞു, കാമദേവന്മാർ കലഹിച്ചലഞ്ഞു, കാമുകിമാരുടെ ഹൃദയങ്ങളാർന്നു, കാറ്റിൻ്റെ ആരവം അവരെ പുണർന്നു, നോക്കിൻ്റെ അതിരും ഇടിഞ്ഞു തകർന്നു, കാമനകളെല്ലാം കറന്നു മുതിർന്നു, തുള്ളിയലഞ്ഞു ചിലമ്പിച്ചമർന്നു. 2. തൂവിയ മുത്തിനാൽ തീർന്നു ചിലമ്പൊലി, കാറ്റിൻ്റെ കാലുച്ച കേൾക്കാതകന്നു, കാമുകി കാമുകർ കാലത്തിനൊത്തു, കാറ്റിനെ പോലെ അലഞ്ഞു പിരിഞ്ഞു. ശേഷക്രിയ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ കവിതാ സമാഹാരത്തിൽ ഖജുരാഹോവിലേക്ക് എന്നൊരു കവിത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആക്ച്വലി എൻ്റെ ഏറ്റവും ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച് വന്ന ഒരു കവിതയാണ്. ഭാഷാഭൂഷണിയിൽ 2003 പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ളതാണ്. ഖജുരാഹോവിലേക്ക്. കുഴിച്ചു മൂടപ്പെട്ട വികാരങ്ങളുടെ പോസ്റ്റ്മോർട്ടം. ശവക്കല്ലറ പൊളിച്ചത് മിച്ചം എന്ന ശരീരി. കര കാണാത്തിടത്ത് കായലിൻ്റെ പരപ്പിലേക്ക് വലിച്ചെറിയപ്പെട്ട ശരീരം. ശ്യാമരാത്രിയിൽ രസനാലീലകളാടിയ രാഘോഷ്മള മേഖല. വാത്സ്യായനൻ്റെ വില്ലൊടിച്ച ഞാണൊലിയുടെ താളങ്ങൾ. കറുത്ത കാടിൻ്റെ മറപിടിച്ചു പുല്ലിംഗത്തിൻ്റെ പല്ലവി. സപ്തനാടികൾ മീട്ടിവിട്ട അധര വീണാനുപല്ലവി. എന്തിലുമേതിലും ഹൃദയത്തിൻ്റെ കയ്യൊപ്പ് തിരഞ്ഞു മടുത്തവൾ. ബുദ്ധിജീവിതത്തിൻ്റെ ജീർണിച്ച മതിലിൽ ഖജുരാഹോ ശില്പങ്ങൾ കുത്തിവെച്ചു. എത്തിക്കൽ വേർഡ്സ് ആർ മിയർ എക്സ്പ്രഷൻസ് ഓഫ് ദ ഇമോഷൻസ് ഓഫ് ദ സ്പീക്കർ എന്നൊരടിക്കുറിപ്പോടെ